മോർണിംഗ് റിപ്പോർട്ടിലേക്ക് വിശദമായി നൌഷാദ് സംവിധാനം ചെയ്ത ക്യാപുച്ചിനോ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നു. അനീഷ് ജി മേനോൻ, അൻവർ ഷെരീഫ്, ഡിസ്കോ രവീന്ദ്രൻ, അനീറ്റ, ധർമ്മജൻ ബോൾഗാട്ടി ക്യാപുച്ചിനോ എന്ന ചിത്രം തിയേറ്ററുകളിൽ ഇപ്പോൾ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ സംവിധായകൻ നൌഷാദാണ് ഇന്ന് മോർണിംഗ് റിപ്പോർട്ടിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം മോർണിംഗ് റിപ്പോർട്ടിലേക്ക്. നൌഷാദിന്റെ ആദ്യത്തെ സിനിമ അത് ഇപ്പോൾ തിയേറ്ററിലെത്തി ഒരു 4-5 ദിവസമായി എത്തിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ക്യാപുച്ചിനോയുടെ ആദ്യ പ്രതികരണങ്ങൾ? ആദ്യ പ്രതികരണം എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. നല്ല ശതമാനം ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളും സിനിമയെക്കുറിച്ച് നമ്മളും വിമർശിക്കാറ്, നമ്മളും പലപ്പോഴും ഇടകീറി നോക്കുന്ന ആളാണ്. ഞാനും അങ്ങനെ എഴുതാറൊക്കെ. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവണമെന്ന് വെച്ചാൽ ഒരു 90% ആൾക്കാർ പോസിറ്റീവായിട്ടാണ് നല്ല റെസ്പോൺസാണ്. പിന്നെ നല്ല ഗുണകാംക്ഷയോട് കൂടിയിട്ടുള്ള ചില നല്ല ഉപദേശങ്ങളും അതിൻ്റെ അങ്ങനെ കുറേ ഇതുണ്ട്. പിന്നെ വളരെ ഇതായിട്ട് നെഗറ്റീവായിട്ട് പറയുന്നതൊക്കെ പറഞ്ഞാൽ 1, 2, 4, 5% അങ്ങനെ ഉണ്ട്. അത് ഏത് സിനിമയ്ക്കുള്ള തന്നെ താരതമ്യേന കുറവാണെന്ന് തോന്നുന്നു. പൊതുവെ നല്ലൊരു സ്വീകരണം. ഈ ഒരു സിനിമ അപ്പോൾ നൌഷാദ് ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത്, അതായത് ക്യാപുച്ചിനോ എന്നൊരു സിനിമ സംവിധാനം ചെയ്യാൻ എങ്ങനെയാണ് ക്യാപുച്ചിനോയിലേക്ക് എത്തുന്നത്? അത് ക്യാപുച്ചിനോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വർഷമായിട്ട് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയുള്ള അലച്ചിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറേ സ്ക്രിപ്റ്റുകൾ നമ്മളിങ്ങനെ കുറേ സ്ക്രിപ്റ്റുകൾ അപ്പോൾ അവസാനം നമുക്ക് ഒരു മിനിമം ഒരു തല ഗ്യാരണ്ടി ഉണ്ടാവുമെന്ന് തോന്നുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ക്യാപുച്ചിനോ എന്നത്. അപ്പോൾ ക്യാപുച്ചിനോ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് അതിൻ്റെ അതിൻ്റെ മെയിൻ കണ്ടന്റുമായിട്ട് ബന്ധമുള്ള ഒരു ഇതുകൊണ്ട് അങ്ങനെ ക്യാപുച്ചിനോ എന്ന് പേരും അങ്ങനെ നമ്മൾ കൊടുക്കാം. നേരത്തെ തന്നെ ശ്രദ്ധിക്കേണ്ട ഈ ക്യാപുച്ചിനോ എന്നുള്ള ടൈറ്റിൽ തന്നെയാണ് അതിൻ്റെ ഒരു പഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നതും ക്യാപുച്ചിനോ ആണ്. അപ്പോൾ ഈ ക്യാപുച്ചിനോ എന്താണ് ഇതുമായിട്ടുള്ളൊരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇത് വളരെ നന്നായി ആൾക്കാരെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുള്ള ഇതായിട്ടുള്ള ഒരു ക്യാപ്ഷനാണ്. രണ്ടാമതൊരു കളർഫുള്ളാണ്. പിന്നെ നമ്മുടെ പുതിയ കാലത്തിൻ്റെ ഒരു ബിംബാണ് ക്യാപുച്ചിനോ എന്നുള്ള ഒരു വേർഡ്. പിന്നെ സിനിമയ്ക്ക് നേരെ ഇതായിട്ട് ബന്ധമുണ്ട്. അത് അതിൻ്റെ ഫൈനൽ അതിൻ്റെ ഒരു ടീസ്റ്റർ ഇതായിട്ട് ബന്ധപ്പെട്ട് ക്ലൈമാക്സ് ആയിട്ട് ഈ ക്യാപുച്ചിനോ എന്ന് പറഞ്ഞ സംഗതിക്ക് ബന്ധമുണ്ട്. അങ്ങനെ എല്ലാം കൂടെ നോക്കി നമ്മളങ്ങനെ പേര് സ്വീകരിച്ചതാണ്. ആദ്യം ആ പേര് നമുക്ക് സ്വീകരിക്കാൻ കുറച്ച് ഭയണ്ടായിരുന്നു. കാരണം ക്യാപുച്ചിനോ കുറച്ച് ആൾക്കാർക്ക് അറിയാമെന്നല്ലാതെ ഈ പേര് അത്രമാത്രം ജനകീയമല്ല, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയില്ല. പക്ഷെ ഇപ്പം ജനകീയമായി. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ക്യാപുച്ചിനോ ഏത് ചായക്കടയിൽ പോയാലും അല്ലെങ്കിൽ ഏത് മാർക്കറ്റിൽ പോയാലും ക്യാപുച്ചിനോ അറിയാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭയം ഉണ്ടായിരുന്നു. നമ്മൾ ക്യാപുച്ചിനോ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇംഗ്ലീഷിലൊന്നും തന്നെ എഴുതാൻ പറ്റില്ല. അത് ഇറ്റാലിയൻ സംഗതിയാണല്ലോ. അങ്ങനെ കുറച്ച് ഭയമുണ്ട്. പക്ഷേ പടം ഇറങ്ങിയപ്പോൾ അത് മാറി. വളരെ ഇതായിട്ട് സുഖമായിട്ട് ആൾക്കാർക്ക് അത് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്യാപുച്ചിനോയുടെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് പ്രണയത്തിനും നർമ്മത്തിനും ഒക്കെ ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു ചിത്രമാണെന്ന് ട്രെയിലർ കണ്ടാൽ തന്നെ നമുക്കൊരു ഫീൽ ഉണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ സാധാരണ പ്രേക്ഷകർ അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകർ എങ്ങനെയാണ് അവരുടെ ഒരു ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? സത്യത്തിൽ ഇത് കുടുംബ പ്രേക്ഷകരാണ് ഇപ്പോൾ അധികം കൂടുതൽ സിനിമയ്ക്ക് വരുന്നത്, പൊതുവെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊരു ന്യൂജൻ മൂവി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ക്യാമ്പസ് മൂവി അല്ല. പക്ഷേ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതിനുള്ള കുറേ ഘടകങ്ങൾ ആ സിനിമയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് സംഗീതം, പിന്നെ അതുപോലെ തന്നെ അതിലെ ഹ്യൂമർ ട്രാക്ക്. അപ്പോൾ അത് വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും തമാശയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതുപോലെ തന്നെ ഫാമിലിക്കാണ് കൂടുതൽ ഫാമിലികളാണ് സിനിമയ്ക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഫാമിലി ശരിക്കും പറഞ്ഞാൽ അവർക്ക് കാണാവുന്ന. പിന്നെ നമ്മുടെ പുതിയ കാലത്തിൻ്റെ വല്ലാതെ ഒരു മറ്റുള്ളതോ വൃത്തപ്രയോഗങ്ങൾ അതിൻ്റെ ഒരു വലിയ അതിപ്രസരമൊന്നുമില്ല. പരമാവധി നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്നുള്ളതൊക്കെയാണ് നമ്മളത് പ്ലാൻ ചെയ്തത്. അപ്പോൾ ക്യാപുച്ചിനോ എന്ന് പറയുമ്പോൾ അങ്ങനെ കാണേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും നല്ലൊരു കട്ടൻ കാപ്പി പിടിക്കുന്ന അവസ്ഥയിൽ എല്ലാവർക്കും പോയിട്ട് എല്ലാ ഫാമിലി ഓഡിയൻസിനും പോയിട്ട് ആസ്വദിക്കാൻ പറ്റും. ചിത്രത്തില് 5 പാട്ടുകളുണ്ടെന്ന് തോന്നുന്നു. 5 പാട്ടുകളെല്ലാം തന്നെ ആദ്യമേ തന്നെ വളരെ ഹിറ്റ് ആയിട്ട് യൂട്യൂബിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിരുന്നു പാട്ടുകളൊക്കെ. അപ്പോൾ ആ ചിത്രത്തിലെ ഇപ്പം സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് തന്നെ ഹിഷാം അബ്ദുൾ വഹാബാണ്. അപ്പോൾ എങ്ങനെയാണ് ഹിഷാം എന്നുള്ള ഒരു യുവ സംഗീത സംവിധായകരിലേക്ക് നൌഷാദ് എത്തുന്നത്? അപ്പോൾ ഹിഷാം ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മുടെ ക്യാപുച്ചിനോ ഒന്നുകൂടി ഹിഷാം നന്നായി ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു അവസ്ഥയിലേക്ക് വന്നിട്ട് ഹിഷാമിൻ്റെ ഒരു സാൾട്ട് മാംഗോ ട്രീ അങ്ങനെ അതിലാണ് ഞാൻ ആളുടെ പാട്ട് കേട്ടത്. പിന്നെ ആളുടെ പാട്ടിൻ്റെ ഒരു വളരെ ഒരു ക്ലാസിക് ആയിട്ടുള്ള പാട്ടുകൾ അയാളുടെ, പിന്നെ അതുപോലെ തന്നെ ഈ സൂഫി സംഗീതം അങ്ങനെയൊക്കെയുള്ള കുറേ അയാൾക്കൊരു റൂട്ടുണ്ട്. വെറുതെ ഇങ്ങനെ കുറേ പാട്ട് പാടുന്ന ഒരു മനുഷ്യനല്ലാന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്കും അത്തരം കാഴ്ചപ്പാടാണ്. എനിക്കും ഈ സംഗീതത്തിന് പിന്നെ നമ്മൾ നല്ലൊരു ആസ്വാദകനാണ്. ഒരുപാട് കളക്ഷൻസൊക്കെ ഞാൻ കുറേ കാലമായിട്ട് ഒരു പാട്ടാണ് എൻ്റെ ഒരു സംഗീതം.
അപ്പോൾ എനിക്ക് എൻ്റെ സിനിമയിൽ ഇന്ന ഒരു രീതി, പടം ന്യൂജനാവട്ടെ അതല്ലെങ്കിൽ ട്രെൻഡി ആവട്ടെ വേറെ എന്തോ ആവട്ടെ, പാട്ടിന് അതിലൊരു ഇടം, നല്ല ഒരു ഇടം കൊടുക്കണം എന്ന് എനിക്ക് വളരെ മുന്നേ തന്നെ. ഓരോ പാട്ടുകൾക്കും എനിക്ക് തോന്നുന്നു ഓരോ പാട്ടുകളും വ്യത്യസ്തമായ രീതിയിലാണ്. നമുക്ക് ഓരോ പാട്ട് കേൾക്കുമ്പോൾ ഓരോ ഫീലാണ്. ചിലത് കേൾക്കുമ്പോൾ ഒരു ഗസൽ മൂഡുണ്ട്, ചിലത് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ഫാസ്റ്റ് നമ്പർ മൂഡുണ്ട്. അങ്ങനെ ഉൾപ്പെടുത്താനുള്ള ഒരു പ്രധാന കാരണം സംഗീതത്തെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അതന്നെയാണ് അതിന്റെ ബേസിക്കലി സിനിമയുടെ പിന്നെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ ഒരു പ്ലേസ് ചെയ്തു, അത് ഓക്കെ. പക്ഷെ അതിൻ്റെ ബേസിക്കലി ഈ സംഗീതത്തിനോടുള്ള ഒരു ഇത് തന്നെയാണ് നമ്മളങ്ങനെ പ്ലാൻ ചെയ്യാൻ കാരണം. അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ ഒരു പിന്നെ ഭാസ്കര മാസ്റ്റർ സോങ് റീമിക്സ് ചെയ്തു. അത് 65 സോങ്ങാണ്. അത് പൊക്കിക്കൊണ്ട് അത് റീമിക്സ് ചെയ്തു, അതിൻ്റെ അനുവാദമൊക്കെ മേടിച്ചു ചെയ്തു. അത് പിന്നെ ഷഹബാസിനെ കൊണ്ട് പാടിച്ചു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടൊരു ഗായനാണ് ഷഹബാസ്, ഒരു ആ സംഗീതി. പിന്നെ അതുപോലെ തന്നെ പക്ഷേ ആ പാട്ട് പിന്നെ റീമിക്സ് ചെയ്തത് വിപിൻ അശോകാണ്, ഷാമല്ല. പിന്നെ മറ്റു പാട്ടുകൾ ഇതുപോലെ ജയേന്ദ്ര സാറ് പാടി. അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ ഉദ്ദേശമാതിരി സോങ്ങും കാര്യങ്ങളൊക്കെ വന്നു, സിനിമയും അതുപോലെ വന്നു. പിന്നെ പുതിയ സാഹചര്യത്തിൽ ഒരു സിനിമ നിൽക്കേണ്ട സമയം, ഒരു പീരീഡ്, അതിപ്പോൾ ഒരു സിനിമക്കും കിട്ടുന്നില്ല ഇൻഡസ്ട്രിയിൽ. കാരണം വെച്ചാൽ അത്രയധികം സിനിമയുടെ ഒരു ഇതുണ്ടല്ലോ, 1 by 1 ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, പമ്പിങ് ആണ്. അപ്പോൾ അതിൽ ഏത് വലിയ സിനിമകൾക്കും വളരെ കുറച്ച് സമയമാണ് നിലനിന്ന് നമ്മളെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പറ്റുന്നൊരു സമയം. അതിൻ്റെ ടൈമിനെ കുറിച്ചുള്ള ആശങ്ക മാത്രമേ ഉള്ളൂ, വേറെ ഓക്കെയാണ്. ചിത്രത്തിനകത്ത് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു ആ മിടുക്കിയതുള്ള പാട്ട്, ആ പാട്ടിനകത്ത് വരുന്നത് പഴയകാല യുവാക്കളുടെ താരമായിരുന്ന ഡിസ്കോ രവീന്ദ്രൻ, അദ്ദേഹം വരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ യുവാക്കൾക്ക് ഒത്തിരി പ്രാധാന്യം നൽകുന്ന ഒരു ചിത്രമാണ് ഇത്. എങ്ങനെയാണ് യുവാക്കളെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ യുവത്വത്തിന് ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ചിത്രം എടുക്കാനുള്ള ഒരു തീരുമാനം എത്തുന്നത്? അല്ല, ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഒരു ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു രീതി, പുതിയ കാലത്തിൻ്റെ ഒരു സിനിമയുടെ ഒരു സ്വഭാവമുണ്ട്. ഒന്നതാണ് നമ്മൾ. പിന്നെ ഈ കഥയുടെ കണ്ടന്റ് അങ്ങനെ ആയതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഒരു പുതിയ സംവിധായകൻ എന്നുള്ളവർക്ക് നമുക്ക് പെട്ടെന്ന് ഒരു ആക്സസ് കിട്ടാൻ ഇതായിരിക്കും നന്നായി തോന്നി. ഇനിയിപ്പോൾ നമ്മളതിലുള്ള സ്ക്രിപ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതൊന്നും ഈ രീതി ആയിരിക്കില്ല, കുറച്ചും കൂടി ഒരു സീരിയസ് അല്ലെങ്കിൽ അതാണ്. പക്ഷെ അങ്ങനെ ഒരു സിനിമയിലേക്ക് നമ്മൾ വരണമെങ്കിൽ ഒരു മിനിമം ഒരു ഗ്യാരണ്ടി ഉള്ള ഒരു സിനിമ ചെയ്യാന്നുള്ളത് വളരെ മസ്റ്റായിട്ടുള്ള സംഗതി. അങ്ങനെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇപ്പം ചിത്രത്തിൽ അഭിനയിച്ചവരാണെങ്കിൽ തന്നെ വളരെ ഫേമസ് ആയവരല്ലെങ്കിൽ പോലും ഒക്കെ എല്ലാവരും ചിലപ്പോൾ ഒരു പക്ഷേ പുതുമുഖ താരങ്ങളായിരിക്കും. അവർക്കൊരു ഓപ്പണിംഗ് ആയിരിക്കാം ഒരു പക്ഷേ. 2-3 സിനിമകൾ അഭിനയിച്ചെങ്കിലും അവരെല്ലാവരും വലിയ എക്സ്പീരിയൻസ് ഉള്ളവർ താരങ്ങളൊന്നുമല്ല. അപ്പോൾ എങ്ങനെയായിരുന്നു അവരൊക്കെ വെച്ചിട്ടുള്ള ഒരു നമുക്ക് ഒരു സിനിമ എടുക്കുമ്പോൾ അവർ വളരെ കംഫർട്ടബിൾ ആയിരുന്നു അവരായിട്ട് വർക്ക് ചെയ്യാൻ? നല്ല സാധാരണ. പിന്നെ ഒന്നാമതെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കാൻ വരില്ല, ഇവരൊക്കെ നന്നായി അഭിനയിക്കുന്നവരാണ്. ഉദാഹരണം പറഞ്ഞപ്പോൾ ഈ ഹരീഷ് എന്ന് പറഞ്ഞപ്പോൾ സിനിമയെ ബാലൻസ്, മലയാള സിനിമയിൽ ഇനി ഏത് സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിലും ഹരീഷിൻ്റെ സാന്നിധ്യമുണ്ട്, ധർമ്മജൻ്റെ സാന്നിധ്യമുണ്ട്, സുനിൽ സുഗതയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരുടെ ഒക്കെ സാന്നിധ്യം കൊണ്ടാണ് ഇത് ബാലൻസ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സൂപ്പർ സ്റ്റാറുകൾ മാത്രമുള്ള പടം എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അവർ വലിയ സംഭവങ്ങളാണ്, പക്ഷെ അതിൻ്റെ ഒരു മേമ്പൊടി എന്നുള്ള ഇവരില്ലെങ്കിൽ ഇത് ബാലൻസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിൽ ഇപ്പോൾ മലയാള സിനിമ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ ഹരീഷും ഇവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ആ ജബ്ബാർക്ക എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടർ അവർ നന്നായി ചെയ്തിട്ടുണ്ട്. സിനിമയുടെ മൊത്തം നോക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മനോജ് ഗിന്നസ് മിമിക്രിയിൽ നിന്നാണ്. ഞാനിങ്ങനെ ചില ഫ്രെയിമുകളൊക്കെ ഇപ്പോൾ സിനിമ കണ്ട ശേഷം ഞാൻ അയാളെ വെച്ച് മാത്രമേ നമുക്കൊരു സാധനം ചെയ്യാൻ പറ്റും. നല്ല അപ്പോൾ അത്രയും കഴിവുള്ളവരവരൊക്കെ എല്ലാവരും. ആർട്ട് ഫിലിം ഡയറക്ടറായിട്ട് വന്നിട്ട് ഫിലിമിലേക്ക് വരുന്നു. അപ്പോൾ ഈ ആർട്ട് ഫിലിം എന്നുള്ള സാധനം എത്രത്തോളം ഒരു സ്വാധീനിച്ചിട്ടുണ്ട് സിനിമയിലേക്ക്? ഇപ്പോൾ നേരത്തെ തന്നെ അതിൽ കണ്ട ഒരു വേഷം ചെയ്ത ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ആർട്ട് ഫിലിമുകളിലൊക്കെ ഉള്ള ഒരു പെൺകുട്ടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ആർട്ടിലുള്ള ആളുകളെ തന്നെ വെച്ച് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം ഗുണം ചെയ്തു? ഫിലിമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വെച്ചാൽ ആഡ് ഫിലിം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 30 സെക്കൻഡിനുള്ളിൽ ഒരു വലിയ സംഭവം ഭംഗിയായിട്ട് പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് വളരെ ശ്രമകരമാണ്, സിനിമയേക്കാൾ ശ്രമകരമായിട്ടുള്ള പ്രശ്നമാണ്. പക്ഷേ ഇവിടെ അത്രയല്ല, ഇവിടെ കുറച്ചും കൂടി ഫ്രീ ആണല്ലോ. നമുക്ക് കുറച്ചും കൂടി ആ നിലക്ക് നമ്മുടെ കഥ ഇപ്പോൾ സ്ക്രിപ്റ്റൊക്കെ മാറ്റി ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ എഡിറ്റിംഗ് ഡെസ്കിൽ ഇരുന്ന് നോക്കി മാറ്റി ചെയ്യാൻ പറ്റും. ആഡ് അങ്ങനെയല്ല, ഏഡിന് വളരെ പരിമിതമായ ടൈമേ നമുക്ക് കിട്ടുള്ളൂ ഷൂട്ടിന്. അപ്പോൾ അതിൽ കിട്ടുന്ന ആളുകളെ വെച്ചുകൊണ്ട് നമ്മൾ പരമാവധി ആ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സിനിമയ്ക്ക് അതിൻ്റെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ അതിൻ്റെ ഫ്രെയിം മറ്റു കാര്യങ്ങളൊക്കെ ആഡിൻ്റെ ഇതിലേക്ക് മാറി വരുമ്പോൾ നമുക്ക് സിനിമ കുറച്ചും കൂടി കളർഫുൾ ആവും ആ ഒരു പാറ്റേണിൽ സിനിമ വരുമ്പോൾ. അപ്പോൾ ഒരു 2 മണിക്കൂറുള്ള സിനിമ എത്രമാത്രം 100% അങ്ങനെ ആക്കാൻ നമുക്ക് കഴിഞ്ഞോളണമെന്നില്ല. ഒരു ചെറിയ സമയത്തിനുള്ളിൽ ചെയ്യുന്ന
ഒരു കളർഫുള്ളായി ചെയ്യുന്ന ഒരു ആഡിൻ്റെ അതേ ഫ്രെയിമുകൾ നമ്മൾ 2 മണിക്കൂറിലേക്ക് വരുമ്പോൾ അതിന് പ്രശ്നങ്ങളും ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും നമുക്കത് കുറച്ചും കൂടി നമ്മുടെ കാഴ്ചപ്പാട് വെച്ച് കുറച്ചും കൂടി ഭംഗിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതാണ് ആഡ് ഫിലിമിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയത് ഒരു സമയം. ഓക്കെ, ഈ ഒരു ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. എങ്കിൽ പോലും ഞാൻ ചോദിക്കാൻ വന്നത്, പുതിയ താരങ്ങളെ വെച്ചിട്ടുള്ള ഒരു സിനിമ തിയേറ്ററുകളിൽ എത്തുമ്പോൾ എത്രത്തോളം ഒരു സ്വീകരണമാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത്? കാരണം ഇപ്പോൾ ഈ സ്റ്റാർഡം അല്ലെങ്കിൽ ഒത്തിരി സ്റ്റാർസിന്റെ സിനിമകൾ വരുന്നൊരു സമയമായിരുന്നു, ഓണം സീസൺ ആയിരുന്നു. അപ്പൊ എത്രത്തോളം അങ്ങനെ ഒരു റിസ്ക് ഉണ്ടായിരുന്നു തിയേറ്ററുകളിൽ എത്തുമ്പോൾ? ഉണ്ടായിരുന്നു. അത് 2 വിഷയം ചെല്ലും. നമ്മൾ കഴിഞ്ഞ മാസം 18-ന് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം പ്ലാൻ ചെയ്യുമ്പോഴും വലിയ സിനിമകൾ കയറി വരും. അപ്പോൾ നമ്മളൊന്ന് ബാക്കിലേക്ക് വെക്കും. പിന്നെ ഞാനിപ്പോൾ ഒരു 5-6 സിനിമ പുതിയ കുറച്ച് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ നല്ലൊരു സമയത്ത് വെച്ചാൽ വരും. നമ്മുടെ സിനിമ അത്ര മോശമൊന്നുമല്ല ഇപ്പോൾ ഈ വന്ന സിനിമകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന കുറച്ചും കൂടി ഒരു പോസിറ്റീവ് സമയത്തേക്ക് മാറ്റി വെച്ചാൽ ഇങ്ങോട്ട് വെച്ചു. അപ്പോൾ ഇപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തിയേറ്ററുകളിൽ നിന്നൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം അവരുടെ പിന്നെ സിനിമ കളക്ട് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളോട് പ്രത്യേകിച്ച് വേറെ ഒരു കാഴ്ചപ്പാടൊന്നും ഇപ്പം ഞാൻ കണ്ടെടുത്തോളം കറങ്ങിയെടുത്തോളം തിയേറ്ററുകാർക്കില്ല. നല്ല സ്വീകരണമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ തിയേറ്ററുകാർ നമ്മൾ അങ്ങോട്ട് വിളിപ്പിച്ചു, പിന്നെ ആ നിലക്ക് സെലിബ്രേറ്റ് ചെയ്യും ചില സ്ഥലത്ത് കണ്ടമാനം ആളുകൾ കയറുന്ന ചില തിയേറ്ററുകളിലൊക്കെ, ഹൗസ്ഫുള്ളായിട്ടുള്ള തിയേറ്ററുകളിലൊക്കെ. അപ്പോൾ അവരൊക്കെ പോസിറ്റീവാണ്. പക്ഷെ നമുക്ക് എപ്പോഴും എന്താ വെച്ചാൽ അവരിന് പോസിറ്റീവ് ആയാൽ പോലും നമ്മളൊരു സിനിമ പിന്നെ പ്രദർശനം തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ ഇങ്ങനെ വരുന്ന വലിയ സിനിമകൾക്ക് നമ്മൾ മാറി കൊടുക്കേണ്ടി വരും. അത് സ്വാഭാവികമായിട്ടും എങ്ങനെ നമ്മൾ കളക്ഷൻ ഉണ്ടായാലും കുറേ സമ്മർദ്ദങ്ങളുണ്ടാവും. വലിയ പ്രൊഡക്ഷൻ കമ്പനി അതൊക്കെ അതിന് ഡിപ്പെൻഡ് സംഗതികളാണ്. വലിയ പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിൽ അവർക്ക് വരാവുന്ന വലിയ സ്റ്റാറുകളുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ അവർ പറയുമ്പോൾ നമ്മളെ സിനിമ മെല്ലെ മാറി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനോ എന്തെങ്കിലുമുള്ള സമയം കിട്ടണമെങ്കിൽ മിനിമം ഒരാഴ്ച കിട്ടണം ഒരു സിനിമ എന്താണെന്ന് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു വരണമെങ്കിൽ. അതിന് സ്റ്റാർ ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടി ഇതാവുള്ളൂ. പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രൂവ് ചെയ്ത് വരുമ്പോഴേക്കും പലപ്പോഴും പ്രശ്നങ്ങൾ എടുത്തെറിയപ്പെടുന്ന സംഭവം ഉണ്ടാവും. അപ്പം അതൊക്കെ ഭയം ഉണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നമ്മളൊരു സിനിമ ചെയ്തല്ലേ പറ്റൂ. അതാണ് ഇത് ഇപ്പോൾ സിനിമ തിയേറ്ററുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന, ഇനി എന്തൊക്കെയാണ് നൗഷാദിന്റെ പുതിയ പ്രോജക്റ്റുകൾ, പുതിയ ചിന്താഗതികൾ? ആഡ് ഫിലിമിലെ തന്നെ തുടരുമോ അതോ സംവിധായകനായിട്ട് തുടരുമോ? അല്ല, സിനിമ ചെയ്യണം, നല്ല സിനിമകൾ ചെയ്യണം. അപ്പോൾ നല്ല സിനിമകൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു തുടക്കം ഇങ്ങനെ കുറിച്ചിട്ടുള്ളത്. പിന്നെ ആഡ് തന്നെയാണ് എൻ്റെ ഒരു ക്രൈസ്. ആഡ് ഒരു ഇതാണ്. ആഡിലൊന്നും കിട്ടുന്ന അപ്രീസിയേഷനും മറ്റു സംഗതികളും സിനിമ കിട്ടിയപ്പോൾ എനിക്കത് തൃപ്തമല്ല. എന്നല്ല പൊതുവെ ഒരു ആഡിൻ്റെ ഒരു കളർഫുൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി. അപ്പോൾ എനിക്കത് താല്പര്യം ആഡാണ് എനിക്ക് കൂടുതൽ. പക്ഷേ സിനിമയാണ് നമ്മളിപ്പോൾ അടുത്ത തന്നെ ഡിസംബറിനുള്ളിൽ ഇങ്ങനെ അടുത്ത സിനിമ പ്ലാൻ ചെയ്യാൻ അതിന് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഡിസ്കഷനിലാണ്. കാരണം അതാണ് നമ്മുടെ അടുത്ത നല്ലൊരു സിനിമ ഇതുപോലെ എന്നുവെച്ചാൽ കുറച്ചും കൂടി ഒരു വാല്യൂ ഉള്ള ഒരു പിന്നെ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു സിനിമ ചെയ്യണം എന്നുള്ളതാണ് താല്പര്യം. അപ്പോൾ ഏതൊരു ഡയറക്ടർക്ക് ഉണ്ടാവണം. അപ്പോൾ ഇത് നിലനിന്നാൽ, ഇപ്പോൾ നമ്മുടെ സിനിമ ഒരു മിനിമം ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ നിന്നാലാണ് നമുക്ക് ഇങ്ങനൊരു സിനിമ വന്നു എന്നിവിടെ രേഖപ്പെടുത്തുള്ളൂ. അതിനുള്ള സമയം കിട്ടുക എന്നുള്ളതാണ്. അത് എത്രമാത്രം കിട്ടുമെന്നറിയില്ല. പിന്നെ ഇപ്പോൾ ഈ കാലാവസ്ഥ വളരെ മോശമാണ്. ഇപ്പോൾ മോശം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമ 3-4 ദിവസം മുടക്കുകളായിരുന്നല്ലോ. അപ്പോൾ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. അതായത് ഇപ്പോൾ വളരെ ആരും പുറത്ത് പോയി സിനിമ കാണാൻ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ നിന്നൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഏതായാലും കൂടുതൽ നല്ല പ്രോജക്റ്റുകൾ നൗഷാദിനെ തേടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. കാപ്പച്ചിനോ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി മോർണിംഗ് റിപ്പോർട്ടിൽ അതിഥിയായതിന്.